തന്നെ ഈ സഹായിയായിട്ടുള്ള, അതായത് ഇത് പീഠം നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൽപേഷ് ഉൾപ്പെടെയുള്ളവരെ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുകയും എന്താണ് അദ്ദേഹത്തിന്റെ റോൾ എന്ന കാര്യത്തിലുള്ള ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ കൂടി ഉള്ള വിവരങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ഒരുപക്ഷെ പുറത്തുവരും എന്നുള്ളതാണ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 10 മണിക്കൂർ നീണ്ടുനിന്ന നിർണായക ചോദ്യം ചെയ്യലാണ് നിലവിൽ അവസാനിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പലരും പുറത്തേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ തിരികെ അവർ എത്തിയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തിയാക്കുക. വിജയൻ, ഇപ്പോൾ പോറ്റി ഇതൊക്കെ നിഷേധിക്കുമ്പോൾ പോലും പോറ്റിക്കെതിരായി തിരിച്ചടിയായ ഒരു റിപ്പോർട്ടും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരുടെ മൊഴിയുമുണ്ട്. ഇതിനെക്കുറിച്ച് പോറ്റി എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അതുപോലെ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? ഇതിൽ കൂടുതൽ വിവരങ്ങൾ എന്തായാലും നിലവിൽ പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഈ പല കാര്യങ്ങളും നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ചില ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നിർണായകമാവുക പോറ്റിയുടെ ചോദ്യം ചെയ്യലായിരിക്കും എന്ന നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതിനിടയിലാണ് പോറ്റിയെ ഇന്നലെ നാടകീയമായി, അതായത് മറ്റാരും അറിയാതെ ഏകദേശം ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം തന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്കൊക്കെ മാറ്റി ചോദ്യം ചെയ്യൽ നടക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വന്നിരുന്നു. വൈകിട്ടോടുകൂടിയാണ്, ഏകദേശം 6 മണിയോടെ കൂടിയാണ് ഈ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ മീഡിയ വൺ തന്നെ പുറത്തുവിടുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക്, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലേക്ക് ഒക്കെ കാര്യങ്ങൾ കടന്നത്. നേരത്തെ മാധ്യമങ്ങളോട് ഒക്കെ പ്രതികരിച്ചതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ എന്തായാലും പ്രതികരണം നടത്തിയിട്ടുള്ളത്. താൻ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിർണായകമായ ഇക്കാര്യത്തിലുള്ള ചില മൊഴികൾ ചോദ്യം ചെയ്യലിൽ ലഭിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ തന്നെ കടന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ 10 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ഒടുവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതിലാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായതായുള്ള വിവരങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊഴികളുടെയും ചോദ്യം ചെയ്യൽ നടത്തിയ വെളിപ്പെടുത്തലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് നിലവിൽ ചെയ്യുക. 2019 ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ, അക്കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കുൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടായിരുന്നു. വലിയ വിവാദമായ കേസായതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ DGPക്കോ പോലീസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ഒന്നും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഹൈക്കോടതിയെ നേരിട്ട് ബോധിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയ സാഹചര്യത്തിൽ 6 ആഴ്ചകൾക്കകം തന്നെ റിപ്പോർട്ട് നൽകണം എന്നുള്ള സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഉള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം അധികൃതർക്കോ രാഷ്ട്രീയപരമായ ഇടപെടൽ ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടോ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രത്യേകമായി അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നത്. അതിൽ ഏറ്റവും നിർണായകമാകുന്ന ചോദ്യം ാണ് നിലവിലിപ്പോൾ പൂർത്തിയായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴി എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ കുറച്ച് സമയത്തിനകം തന്നെ അതിന്റെ വിവരങ്ങൾ ഒക്കെ പുറത്തു വരും. അതിനുശേഷമാകും ഇക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത് എന്ന കാര്യത്തിൽ ഉള്ള ഒരു വ്യക്തത പൊതുസമൂഹത്തിൽ വരാൻ ഇരിക്കുന്നത്. എന്തായാലും ഈ കൊള്ള നടന്നു എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഒരു തർക്കവുമില്ല. നിലവിൽ അന്വേഷണ സംഘം ആ നിഗമനത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലോട്
വരുന്നതോടുകൂടി അതിൽ കൂടുതൽ വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വിവരങ്ങളാണ് നിലവിൽ ഇനി പുറത്തു വരികയും ചെയ്യേണ്ടത്. നിലവിൽ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന ഏറെ വിവാദമായ ജയറാമിനെ ഉൾപ്പെടെ എത്തിച്ച് ചെന്നൈയിൽ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ട് അതിൽ ഈ ശബരിമലയിലെ വാതിലുകൾ കട്ടിലുമായി ഒക്കെ എത്തിച്ച് നടത്തിയ പൂജയാണ്. അതിൽ നിന്ന് താൻ ഒരു സാമ്പത്തിക ലാഭവും നേടിയിട്ടില്ല എന്നുള്ള മൊഴിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഈ അന്വേഷണ സംഘം എന്തായാലും ആ മൊഴി അങ്ങനെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ തെളിവെടുപ്പും ഒക്കെ വേണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. നിലവിൽ 10 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. SP ശശിധരന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള സംഘമാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരികെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷ നൽകുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുക. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തുക. അതിൽ പലതരത്തിൽ എവിടെയൊക്കെയാണോ അദ്ദേഹം സ്വർണ്ണപ്പാളി എത്തിച്ചത് അവിടെയൊക്കെ കൊണ്ടുപോയി വിവരശേഖരണം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവിക നടപടി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയിലും ഒപ്പം തന്നെ ബാംഗ്ലൂരിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് അവിടെ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ഒക്കെ പൂർത്തിയാക്കാനാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ഉടൻ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിർണായകമായ പല വിവരങ്ങളും ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അനിശ്ചിതത്വങ്ങളോടുള്ളിൽ സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരും മണിക്കൂറുകളിലും ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരാനുണ്ട്. ഇനി